ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ല മഴയുള്ള ഒരു ദിവസത്തെ ഒരു കുഞ്ഞു കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ ഇവിടുത്തെ ഒരു സ്ഥിതി കണ്ടോ, രാത്രിയെ തുടങ്ങിയ മഴയാണേ, ഇതുവരെ നിന്നിട്ടില്ല, ഭയങ്കര മഴയാണ്. ഐറ ഇതാ എൻ്റെ കൂടെ വന്നിങ്ങനെ പുറത്തു നിന്ന് മഴയത്ത് കൈയും കാലമൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. കൂടെ കുറച്ച് കടലയൊക്കെ കഴിക്കുന്നുണ്ട്. രാവിലെ തന്നെ കിച്ചണിൽ വന്നൊരു പാത്രത്തിൽ കുറച്ച് കടലയൊക്കെ എടുത്തിങ്ങനെ വന്നതാണ്. ആൾക്കിങ്ങനെ മഴയത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞിങ്ങനെ വെമ്പി നിൽക്കുവാണ്. പക്ഷേ ഞാൻ വേണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ പടിയുടെ സൈഡിലൊക്കെ നിന്ന് ഇങ്ങനെ കളിക്കുവാണ്. രാവിലെ അമ്മയാണ് കേട്ടോ കിച്ചണിലുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി അത് കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഒന്ന് പുറത്തോട്ട് പോവുകയാണേ. അപ്പോൾ പപ്പ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പയറയ്ക്ക് ഇങ്ങനെ ബായിയൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ ചെയ്യാൻ വലിയ ജോലിയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടിയും അങ്ങനെ, പിന്നെ കുറച്ച് കുക്കിങ്ങും അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. കണ്ടിന്യൂസ് ജോലി അങ്ങനെ ചെയ്യാനൊന്നും ഇല്ലേ. അപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനൊക്കെ കുറച്ച് ടൈമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഐറയുടെ കാര്യത്തിലാണെങ്കിൽ അവളെ ഇങ്ങനെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷം അവളും ഇങ്ങനെ പല കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ ഭയങ്കര ബിസിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മാറ്റമില്ലാത്തത് ഐറയുടെ ഫുഡിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അവിടെ വെച്ചും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെയൊക്കെ കഴിക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ച് നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അമ്മയൊക്കെ പോയി കഴിഞ്ഞ് ഐറയുടെ കൂടെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം മഴ ഒന്ന് കുറച്ചിങ്ങനെ കുറഞ്ഞപ്പോഴത്തേക്കും മുറ്റടിക്കാനൊക്കെ ഇറങ്ങി കേട്ടോ. മുന്നെയൊക്കെ ആണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻ്റർലോക്കൊക്കെ ഇടുന്നതിന് മുന്നേ ഭയങ്കര മടിയായിരുന്നു കേട്ടോ മുറ്റടിക്കാൻ വേണ്ടിയിട്ട്, മഴ സമയത്തെല്ലാം. പക്ഷേ ഇപ്പം ഇൻ്റർലോക്ക് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. വേഗം ഇങ്ങനെ ചപ്പെല്ലാം പോകുന്നുണ്ടേ. പിന്നെ രാത്രിയിലെ മഴയുടെ ആ ഒരു ശക്തി നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെളിയെല്ലാം കുത്തി ഒലിച്ചിങ്ങനെ ഇൻ്റർലോക്കൊക്കെ ഫുള്ള് ചെളിയായിട്ടുണ്ട്. പിന്നെ പപ്പ രാവിലെ പറഞ്ഞിട്ട് പോയി വൈകുന്നേരം വന്നിട്ട് ഓസിട്ട് ഇങ്ങനെ അടിച്ച് കഴുകാമെന്ന്. അത് കണ്ടോ, അങ്ങനെ ഒരു ഹോളുണ്ട് നമുക്ക് ആ ഭാഗത്ത് നായിയൊക്കെ ഇട്ടിരിക്കുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ രാത്രി നല്ലോണം മഴയാകുമ്പോഴത്തേക്കും വെള്ളം കെട്ടി നിൽക്കും. എന്നിട്ട് അതുവഴി ഇങ്ങനെ ഇൻ്റർലോക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ചെളിയെല്ലാം ശരിക്കും മുറ്റത്തോട്ട് വരിക. അങ്ങനെ നമ്മുടെ പുറംപണിയൊക്കെ ഒരുവിധം ഇങ്ങനെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയെ കൊണ്ടുവിടാൻ പോയ ടൈമിന് പപ്പ തിരിച്ചു വന്നപ്പോഴത്തേക്കും ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ വന്നതിന് ശേഷം അങ്ങനെ ചിക്കൻ മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പപ്പ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു കറി വയ്ക്കോ പൊരിക്കോ എന്തേലും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കിച്ചണിലെത്തിയപ്പോഴത്തേക്കും തന്നെ എൻ്റെ പുറകെ ഇങ്ങനെ ആളെത്തിയിട്ടുണ്ടേ. വന്ന് പൈപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട കേട്ടാ, കുഞ്ഞു പിള്ളേരെല്ലാം ഇങ്ങനെ തന്നെ അല്ലേ. അങ്ങനെ ചിക്കനൊക്കെ എടുത്ത് മുഴുവൻ കഴുകി വൃത്തിയാക്കി കുറേ മാറ്റി ഫ്രിഡ്ജിലൊക്കെ വെച്ചു കേട്ടാ. അപ്പോഴത്തേക്കും ആളിവിടെ എത്തിയിട്ടുണ്ടേ മിക്സിങ്ങിനായിട്ട്. അങ്ങനെ അവൾ തന്നെ ആദ്യം കുറച്ച് മുളക് പൊടിയൊക്കെ ഇങ്ങനെ വാരിയിട്ടു. പിന്നെ ഞാൻ ഭാഗത്തിനെല്ലാം പൊടികളൊക്കെ ഇട്ട് കുഴയ്ക്കാൻ നിന്നപ്പോഴത്തേക്കും ഐറ തന്നെ ഫുള്ള് കൈ കൊണ്ട് കുഴയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നല്ലോണം എരിയെന്നെല്ലാം പറഞ്ഞിട്ട് എവിടെ ആര് കേൾക്കാൻ വേണ്ടി, ഒരു രക്ഷയില്ല. അവസാനം പിന്നെ അവളുടെ വഴിക്ക് തന്നെ ഞാൻ വിട്ടുകൊടുത്തു. ഉച്ചത്തേക്കുള്ള ചോറും കറിയൊക്കെ അമ്മ ആക്കിയത് കൊണ്ട് തന്നെ വേറെ ചിക്കൻ കറി വെക്കുന്നുണ്ടായിരുന്നില്ലേ, കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഇടയ്ക്കൊന്ന് മഴയൊക്കെ ഇങ്ങനെ മാറിയപ്പോഴാണ് കേട്ടോ പുറത്ത് പണിക്കെല്ലാം പോയത്, ക്ലീനിങ്ങിനെല്ലാം. പക്ഷേ ഞാൻ പണിയെടുത്തിട്ട് ഒരു പ്രയോജനം ഇല്ലാത്ത പോലെ ആയി കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ചിക്കനൊക്കെ പുരട്ടി വെച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വീണ്ടും നല്ലോണം മഴയാണ് പുറത്ത്. പിന്നെ മുട്ട എവിടെ കണ്ടാലും കയ്യിൽ നിന്ന് കളയാത്തൊരാളാണ് കേട്ടോ ഇത്. ഫ്രിഡ്ജിലാണെങ്കിൽ ബോട്ടിലൊന്നും മുട്ട വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ കോഴിക്കൂട്ടിൽ നിന്നാണെങ്കിലും എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തട്ടിപ്പൊട്ടിക്കും. പക്ഷേ ആൾക്ക് കഴിക്കുന്നതിനോട് അങ്ങനെ ആക്രാന്തമൊന്നുമില്ലേ. പക്ഷെ അവരിങ്ങനെ പൊട്ടിക്കണം, സ്പൂണോ തവിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ തട്ടിപ്പൊട്ടിച്ച് പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കണം. ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മുട്ട ഒരിടത്തും ഐറ കാണുന്നിടത്ത് വെക്കാനേ പറ്റത്തില്ല. പിന്നെ മുട്ട കണ്ടു കഴിഞ്ഞാൽ ഒരു മുട്ടയല്ല കേട്ടോ കയ്യിലെടുക്കുന്നത്, 2 എണ്ണം എടുക്കും മിനിമം. അത് പിന്നെ അത് തട്ടിപ്പൊട്ടിച്ച് ഒഴിക്കുകയും ചെയ്യും. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പിന്നെ വീടിനൊക്കെ വൃത്തിയാക്കാൻ പോയി കേട്ടോ. നമ്മുടെ രാവിലെ കിച്ചണിലെ കുറച്ച് ജോലിയൊക്കെ ഇങ്ങനെ ഒതുക്കിക്കഴിഞ്ഞാൽ എൻ്റെ പിന്നെ അടുത്ത മെയിൻ ടാസ്ക്കാണ് വീടിനകെല്ലാം
തുടയ്ക്കുക എന്നുള്ളത് വേണമെങ്കിൽ പറയാം കേട്ടോ. ചെറുതായിട്ട് എവിടേക്കോ ഒരു OCD പ്രശ്നം ഉള്ളതുപോലെ എനിക്ക് വീട് ഡെയിലി തുടയ്ക്കണം, അത് മസ്റ്റാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഐറയ്ക്ക് ഇങ്ങനെ പനിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റാഷസ് എല്ലാം ആയിട്ട്. അങ്ങനെ വീണ്ടും നമ്മൾ PHCയിലോട്ട് പോയി കേട്ടോ. പോയി ഒന്ന് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും താഴെ നിന്ന് കുഞ്ഞമ്മയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലൂസാണ് ഇത്. അപ്പോൾ ഐറയായിട്ട് ഭയങ്കര മിങ്കിളാണ് കേട്ടോ. ഐറയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. കുഞ്ഞമ്മയും നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഐറയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അല്ലൂസ് ഇങ്ങനെ കുറച്ച് നേരം അവളവിടെ കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇരുന്നിരുന്ന് രാത്രി 8 മണിയായി കേട്ടോ. എന്നിട്ട് ഐറ വിടുന്നില്ല. ഐറയോട് ഞാൻ പോട്ടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരുത്തിയിരുന്നതാണ്. പിന്നെ ഒരു നൈസിലെ ഒരു ന്യൂട്രലി കുറച്ചിങ്ങനെ പറഞ്ഞ് നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലൂസ് അങ്ങനെ നൈസിലെ അവിടെ നിന്ന് ഒഴിവായിപ്പോയി. പിന്നെ ആ സ്ഥാനത്തോട്ട് നേരെ അമ്മ റീപ്ലേസ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ഹോളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹോളിലത്തെ സാധനങ്ങളൊക്കെ പെറുക്കി മാറ്റാനാണ് കേട്ടോ ഓടിപ്പോകുന്നത്. ഐറയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കിച്ചണിലുള്ള ഇഡ്ഡലി പാത്രവും കുക്കറും ചട്ടുകവും അങ്ങനത്തെ സാധനങ്ങൾ, ദോശക്കല്ലും എല്ലാം ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവൾ കളിക്കാനായിട്ടാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. പാത്രങ്ങളൊക്കെ ശരിക്കും കിച്ചണിൽ കൊണ്ടുവെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ സമ്മതിക്കില്ല കേട്ടോ. പിന്നെ അവളിങ്ങനെ ഉറങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി എല്ലാം വീടൊക്കെ ഒതുക്കി വെക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ഈ ചെറിയ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.